കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എങ്ങനെയാണ് സാംബ് ഇൻസ്റ്റാൾ ചെയ്യുന്നത്, എങ്ങനെയാണ് നോട്ട് പാഡ് ഇൻസ്റ്റാൾ ചെയ്യുന്നതെന്ന് കണ്ടു. നമുക്കിനി ആ ടൂളുകൾ ഉപയോഗിച്ചിട്ട് എങ്ങനെ നമുക്കൊരു വെബ്സൈറ്റ് ഡിസൈൻ ചെയ്യാം, വെബ് പേജ് ഡിസൈൻ ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ ആദ്യമായി ഈ സാംബ് എങ്ങനെ ഓപ്പൺ ചെയ്യാമെന്ന് നോക്കാം. നിങ്ങൾക്ക് സ്റ്റാർട്ട് മെനുവിൽ പോയിട്ട് ഈ സാംബ് എടുക്കാൻ സാധിക്കും. നിങ്ങളുടെ ലാബിൽ ചെയ്തതാണെന്ന് വിശ്വസിക്കുന്നു. ഈ സാംബ് എടുത്തതിന് ശേഷം നമുക്ക് ആവശ്യമായിട്ടുള്ള സർവീസ്, നിലവിൽ ഇപ്പോൾ അപ്പാഷെ മാത്രമേ ഉള്ളൂ. അപ്പാഷയാണ് നമ്മളിപ്പോൾ PHP പ്രോഗ്രാമിൽ ചെയ്യുന്ന പേജുകൾ അത് ഹോസ്റ്റ് ചെയ്യുന്നത് അപ്പാഷെ സെർവറാണ്. നമുക്ക് നിലവിൽ SQL ആവശ്യമില്ല, MySQL ആവശ്യമില്ല. എന്നാലും തൽക്കാലം ഞാനത് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പം നിങ്ങളിവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, അപ്പാഷെ സെർവർ ഹോസ്റ്റ് ചെയ്തിരിക്കുന്നത് പോർട്ട് 80 വഴിയാണ് പുറത്തേക്ക് കിട്ടുക. പോർട്ട് 80, 443 രണ്ട് പോർട്ടുകളാണ് അപ്പാഷെ യൂസ് ചെയ്യുന്നത്. ഡിഫോൾട്ട് ആയിട്ടുള്ള രണ്ട് പോർട്ടുകളാണ്. ഇതുകൂടി നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, നമ്മളിപ്പോൾ അപ്പാഷെ സ്റ്റാർട്ട് ചെയ്തു. ഇനി നമുക്ക് ചെയ്യേണ്ടത്, നമുക്കൊരു പേജ്, ഒരു വെബ് പേജ് എങ്ങനെ എഴുതാമെന്ന് നോക്കാം. നമുക്കിപ്പോൾ ഓൾറെഡി പറഞ്ഞിരുന്നു HTML പോലെ ഡിഫോൾട്ട് ഈ പേജ് റണ്ണായി വരില്ല. അപ്പാഷെ സെർവറിന്റെ സഹായത്തോടു കൂടിയിട്ടാണ് നമ്മൾ ഈ PHP പേജുകൾ ഹോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഡിഫോൾട്ടായിട്ട് ഈ സാംബ് ഞാൻ ഇൻസ്റ്റാൾ ചെയ്തപ്പോൾ സിയിലാണ് ഭാഗത്ത് കൊടുത്തതെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ഈ സാമ്പിനകത്ത് htdocs എന്ന് പറഞ്ഞൊരു ഫോൾഡർ ഉണ്ട്. ഈ ഫോൾഡറിനകത്ത് index.php ആണ് ബൈ ഡിഫോൾട്ട് ആയിട്ട് അപ്പാഷെ സെർവറിന്റെ ഡിഫോൾട്ട് ആയിട്ടുള്ള ലൊക്കേഷൻ. അപ്പോൾ അത് ഈ അപ്പാഷെ റണ്ണാണോ എന്ന് അറിയണമെങ്കിൽ നമുക്ക് നേരെ ക്രോമിൽ പോവാം. ഈ കാണുന്ന വീഡിയോ ഞാൻ ഓൾറെഡി ഡ്രൈവിലേക്ക് ഇട്ടതാണ്. നിങ്ങൾക്കിത് ഇൻസ്റ്റലേഷൻ എങ്ങനെയാണ് ചെയ്തതെന്ന് ആവശ്യമുണ്ടെങ്കിൽ, ഇൻഫർമേഷൻ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ കാണാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ പുതിയ ബ്രൗസർ ഒരു ടാബ് ഓപ്പൺ ചെയ്യുന്നു. അതിനുശേഷം ലോക്കൽ ഹോസ്റ്റ് എന്ന് നമ്മൾ ടൈപ്പ് ചെയ്യുന്നു. ലോക്കൽ ഹോസ്റ്റ് ടൈപ്പ് ചെയ്ത് എൻ്റർ അടിക്കുമ്പോൾ നിങ്ങൾക്ക് ഈ പേജ് കാണാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അപ്പാഷെ റൺ ചെയ്യുന്നുണ്ട് എന്നാണ് അർത്ഥം. ഓക്കെ, അപ്പം നിങ്ങൾ ഈ കാണുന്ന പേജ്, ഡാഷ്ബോർഡിനകത്ത് ഈ കാണുന്ന പേജ് index.php എന്ന് പറഞ്ഞ് സേവ് ചെയ്ത ഈ പേജാണ് നിങ്ങൾ കാണുന്നത്. ഓക്കെ, നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത്, ഇവിടെ ഒരു പുതിയൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാൻ പോവാം. അപ്പം ഞാൻ തൽക്കാലം എൻ്റെ പേര് കൊടുക്കുകയാണ്, രാജീവ് എന്ന് പറഞ്ഞൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്തു. ഇവിടെ ഞാൻ ചെയ്യുന്നത് ഒരു പുതിയൊരു ടെക്സ്റ്റ് ഡോക്യുമെന്റ് ക്രിയേറ്റ് ചെയ്യാം. ഞാനിവിടെ ഈ ടെക്സ്റ്റ് ഡോക്യുമെന്റിന്റെ പേര് തൽക്കാലം ഞാൻ ഒന്നും ചെയ്യുന്നില്ല, കോഡ് എഴുതുന്നില്ല. സേവാസ് കൊടുക്കുന്നു. സേവാസ് കൊടുത്തിട്ട് ഞാൻ index.php എന്നുള്ള എക്സ്റ്റൻഷനിൽ ഞാനൊരു ഫയൽ സേവ് ചെയ്യുന്നു. ഇവിടെ സേവാസ് ടൈപ്പിൽ ഓൾ ഫയൽസ് സെലക്ട് ചെയ്യുന്നു, സേവ് ചെയ്യുന്നു. ഓക്കെ, അപ്പം ബൈ ഡിഫോൾട്ട് ആയിട്ട് നമ്മളിപ്പോൾ എടുത്തിരിക്കുന്ന നോട്ട് പാഡാണ്. ഞാൻ തൽക്കാലം ഈ ടെക്സ്റ്റ് ഡോക്യുമെന്റ് ഓപ്പൺ ചെയ്യാൻ വേണ്ടി ഞാൻ നോട്ട് പാഡ് ++ യൂസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നോട്ട് പാഡ് ++ലെ ഒരു ബ്ലാങ്ക് ആയിട്ടുള്ള ഡോക്യുമെന്റ് വരികയാണ്. ഞാൻ ചെയ്യുന്ന ഇവിടെ സാധാരണ ഒരു പ്രോഗ്രാം എഴുതുകയാണ്, ഒരു PHP പ്രോഗ്രാം. ഇവിടെ PHP ഓപ്പൺ ചെയ്യുന്ന ടാഗ് ഓപ്പൺ ചെയ്യുന്നു. ഞാൻ എക്കോ കൊടുക്കുന്നു, എക്കോ ഹായ് ഓൾ. ഓക്കെ, അതിനുശേഷം ഞാൻ ടാഗ് ക്ലോസ് ചെയ്യുക. ഓക്കെ, കാണാം എന്ന് വിചാരിക്കുന്നു. ഇവിടെ ഇത്തരത്തിൽ ജസ്റ്റ് ഒരു എക്കോ മാത്രം കൊടുക്കുന്നു. ഞാനിത് ഇവിടെ സേവ് ചെയ്യും. ഞാൻ ഈ എഴുതിയ പേജ് എങ്ങനെയാണ് ഓപ്പൺ ചെയ്യുക? നിങ്ങൾ ബ്രൗസറിൽ പോവുക. ബ്രൗസറിൽ പോയിട്ട് ഞാൻ ഓൾറെഡി പറഞ്ഞു, ലോക്കൽ ഹോസ്റ്റിനകത്ത് ഞാൻ പുതിയൊരു ഫോൾഡർ രാജീവ് എന്നുള്ള ഫോൾഡർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. രാജീവ് എന്നുള്ള ഫോൾഡറിൽ കയറിയാൽ മാത്രം മതി, index.php ഓട്ടോമാറ്റിക്കലി വരും. കാരണം index.php ഏതെങ്കിലും ഫോൾഡറിലുണ്ടെങ്കിൽ അതായിരിക്കും ബൈ ഡിഫോൾട്ട് ആയിട്ട് റൺ ആകുക. ഓക്കെ, അപ്പോൾ നമ്മൾ അത്തരത്തിൽ ഒരു പേജ് നമ്മൾ എഴുതിയിരിക്കുകയാണ്. ഓക്കെ, കാണാമെന്ന് വിചാരിക്കുന്നു. ഹായ് ഓൾ എന്നവിടെ ആ എഴുതിയ പേജ് റണ്ണായി നിങ്ങൾക്ക് ഡിസ്പ്ലേ കാണാവുന്നതാണ്. അല്ല, എക്കോ കൊടുത്ത് ഞാൻ ഹായ് ഓൾ എന്നാണ് കൊടുത്തത്, അതാണ് ഇവിടെ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത്. അപ്പം എങ്ങനെയാണ് ഒരു PHP കോഡ് സാംബ് അല്ലെങ്കിൽ നോട്ട് പാഡ് ++ യൂസ് ചെയ്തിട്ട് പ്രോഗ്രാം എഴുതുന്നത്, റണ്ണാകുന്നതെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.